ട്രിവാൻഡ്രം കുറവൻകോണത്തുള്ള സമേത ആയുർവേദിക്സിൽ പ്രസവരക്ഷ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ ഇവിടുത്തെ ഫുഡ് റൂട്ടീൻ നമുക്കൊന്ന് കണ്ടാലോ. രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും നട്ട്സ് ഇട്ട് പൊടിച്ച പാലും അതുപോലെ തന്നെ ഒരു ഏത്തപ്പഴവും നമുക്ക് കൊണ്ടുവരും കേട്ടോ. അതിനുശേഷം എൻ്റെ കുളിയെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ ഒരു ചൂട് ചുക്ക് കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിംഗ് എത്തും. അവിടെ ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് കഴിക്കാൻ പത്തിരിയും വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഓരോ ദിവസം ഓരോ ഐറ്റംസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. എല്ലാം നല്ല കിടിലൻ ടേസ്റ്റുള്ള ഫുഡുകളാണ് കേട്ടോ. പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പാൽക്കഞ്ഞിങ് എത്തും. അതിൻ്റെ കൂടെ ചിലപ്പോൾ പപ്പടം ഉണ്ടാകും, ചിലപ്പോൾ പയറുണ്ടാകും, ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാവും. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് പപ്പടമാണ് കേട്ടോ. കഞ്ഞിയും കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴത്തേക്കും മണി ഒന്നാകും. അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിങ് എത്തും. എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് മീൻ ഉണ്ടാകും, അതുപോലെ തന്നെ മുട്ടയും ഉണ്ടാകും. എല്ലാ ദിവസവും ഇതുപോലെ ഇത്രയും കറികളും ഉണ്ടാവും. പിന്നെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ തറയിൽ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ജ്യൂസും കിട്ടുവേ. ഒരു 3:45 ആകുമ്പോഴത്തേക്ക് ടീ ടൈമായി. നമുക്ക് ചായയും വന്നു. അതുപോലെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയാൻ വാഴയ്ക്കപ്പം കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്നാക്സ് ആണ്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റാഗിയോ അല്ലെങ്കിൽ ഓട്സ് ആയിരിക്കും തരുന്നത്. ഇന്ന് നമുക്ക് റാഗിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 8 മണിയായ പിന്നെ നമുക്ക് ഡിന്നർ ടൈമാണ്. ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. വെജിറ്റബിൾ കറി എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം ഓരോ കറിയാണ്. പിന്നെ ഇതുപോലെ സാലഡ് ഉണ്ടാകും. പിന്നെ ഒരു 9 മണിയായി കഴിഞ്ഞാൽ നമുക്ക് പാലും അതുപോലെ തന്നെ നട്ട്സും ആണ് കേട്ടോ കിട്ടുന്നത്. അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം.